നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോയ്ക്കൊപ്പമുള്ള റൈറ്റപ്പിൽ അല്ലെങ്കിൽ അതോടൊപ്പമുള്ള എഴുത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാമിനെ ഒരു യഹൂദനായിട്ടുള്ള, അതായത് ഒരു ജൂതനായിട്ടുള്ള ഒരു വ്യക്തി ഒരു സ്റ്റൂള് കൊണ്ട് തലക്കടിക്കുന്നു. എന്താണ് ഈ വീഡിയോയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ എന്നുള്ളതാണ് ട്രിക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. അതിനു മുൻപ് ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ ആരംഭിച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് കാണാം. ഇത്തരത്തിലുള്ള ഒരു വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും ആ തല്ല് കൊണ്ട ആൾ ഒരു വിഭാഗവും തല്ല് കൊടുത്ത ആൾ മറ്റൊരു വിഭാഗവുമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനാണ് കുറച്ച് ആളുകൾക്ക് താല്പര്യം. അപ്പോൾ ആദ്യം അത്തരത്തിലുള്ള ഒരു ടൈറ്റിലോട് കൂടിയാണ് ഒരു വീഡിയോ വരുന്നതെങ്കിൽ അതിന് പുറകിൽ വരുന്ന അത്തരം സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? അതങ്ങനെ തന്നെ എടുത്ത് വാട്സപ്പ് വഴിയും അല്ലാതെയൊക്കെ ആയിട്ട് പ്രചരിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനുശേഷം യാഥാർത്ഥ്യം പറയുന്ന ഒരു വീഡിയോ വന്നാൽ അത് ആളുകളിലേക്ക് എത്തുകയില്ല. അത് കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ ആരംഭിക്കുന്ന ഈ വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്നറിയാൻ നമ്മൾ ഇൻ്റർനെറ്റിൽ തന്നെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സത്യസന്ധമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചു. അപ്പോൾ അതാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത് തുർക്കിയിലുള്ള മനീഷ എന്ന് പറയുന്ന പട്ടണത്തിലെ ഒരു പള്ളിയിൽ അസർ നമസ്കാര സമയത്ത്, അതായത് വൈകിട്ടത്തെ നമസ്കാര സമയത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. നമസ്കാരം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ആ പള്ളിയിലെ CCTVയിൽ പതിഞ്ഞ വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടത്. നമസ്കാരം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് പുറത്തു നിന്നും ഒരാൾ കയറി വരികയും കാലിന് സുഖമില്ലാത്ത, അതല്ലെങ്കിൽ നിന്ന് നമസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവിടെ വെച്ചിരിക്കുന്ന കസേര, സ്റ്റൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു സ്റ്റൂൾ എടുത്ത് ഇമാമിൻ്റെ തലയിൽ അടിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ആദ്യം അടിച്ച സമയത്ത് അത് ശരിക്കും അത് കൊണ്ടില്ല. രണ്ടാമത് വളരെ ശക്തിയായ അടി തലക്കേൽക്കുകയും അദ്ദേഹം നമസ്കാരം അവസാനിപ്പിച്ച് തിരിഞ്ഞു നിന്നുകൊണ്ട് എന്തിനാണ് എന്നെ തല്ലുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ പുറത്തുനിന്ന് വന്ന ആ വ്യക്തി ആ സ്റ്റൂൾ ഉപയോഗിച്ച് വീണ്ടും അദ്ദേഹത്തെ തല്ലാൻ ആരംഭിച്ചു. അപ്പോൾ നമസ്കരിച്ചുകൊണ്ടിരുന്ന മറ്റുള്ള ആളുകൾ അവരുടെ കയ്യിൽ കിട്ടിയതെല്ലാം ഉപയോഗിച്ച് അയാളെ മർദ്ദിക്കുകയും അയാൾ ആ പള്ളിയിൽ നിന്നും ഇറങ്ങി ഓടുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും വിവരങ്ങൾ ഞാൻ പറഞ്ഞത് തുർക്കിയിലുള്ള ഒരു ന്യൂസ് ചാനൽ പങ്കുവച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത്, പ്രചരിക്കുന്ന വീഡിയോയുടെ കമൻറ്റുകളിലും അല്ലെങ്കിൽ റൈറ്റപ്പിലും പറയുന്ന പോലെ അത് യഹൂദനാണോ, അതായത് ജൂതനാണോ, മറ്റൊരു വിഭാഗമാണോ എന്നുള്ളതായിരിക്കും കൂടുതൽ ആളുകൾക്കും അറിയാൻ താല്പര്യം. എന്തായാലും നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് മുസ്തഫ എന്നാണ്. CCTVയിൽ അദ്ദേഹത്തിൻ്റെ വിഷ്വൽ പതിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ആളുകളെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പ്രചരിക്കുന്ന വീഡിയോയിൽ ഒരു വ്യക്തി വന്ന് സ്റ്റൂൾ കൊണ്ട് ഇമാമിൻ്റെ തലക്കടിക്കുന്ന രംഗമുള്ളത് കൊണ്ട് തന്നെ അതൊരു മറ്റൊരു വിഭാഗമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനാണ് കൂടുതൽ ആളുകൾക്കും താല്പര്യം. എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് ഇത് വന്ന് ചേർന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ചിലപ്പോൾ ഒരു പക്ഷേ മറ്റു പല രീതിയിലും മറ്റു പല റൈറ്റപ്പുകളോട് കൂടിയൊക്കെ ഇനി നമ്മളത് കാണേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് മുൻപ് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വ്യാജമായിട്ടുള്ള റൈറ്റപ്പോട് കൂടി ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഒരു കാര്യം, നിങ്ങൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാരണം യൂട്യൂബും ഫേസ്ബുക്കും കുറേ നാളുകളായിട്ട് നമ്മൾക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്തിരിക്കുന്ന ആളുകളിലേക്ക് പോലും നോട്ടിഫിക്കേഷൻ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കവർ ചെയ്യണമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഈ വീഡിയോ ഇപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ കിട്ടിയ ആളുകൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എങ്കിൽ മാത്രമാണ് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിവിടെ സബ്സ്ക്രൈബ് ചെയ്യാം. ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഫേസ്ബുക്ക് പേജിലേക്ക് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.